ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വാഴ 2ന്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ ഗൈസ് ഞാൻ വന്നിരിക്കുന്നത്. സത്യം പറയില്ല, ഇങ്ങനത്തെ ഒരു സിനിമ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല ഗൈസ്. സത്യം, ഇതുപോലത്തെ ഒരു സിനിമ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഈ ഇമോഷണൽ സീനുകളൊന്നും കണ്ട് കരയാത്തൊരു വ്യക്തിയാണ്. എന്തിനാ നമ്മുടെ ആകാശദൂത് കണ്ടിട്ടടക്കം എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ സിനിമ കണ്ടിറങ്ങുന്നത് നിറ കണ്ണുകളോടെയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഇതിനകത്തുള്ള ചില സീനുകളൊക്കെ കാണുമ്പോൾ ഞാൻ തിയേറ്ററിനകത്തിരുന്ന് കരയായിരുന്നു ഗൈസ്. അയ്യോ, വല്ലാത്ത ജാതി സിനിമ കേട്ടോ. വല്ലാണ്ട് നമ്മളെ ഇമോഷണലി ഡൗൺ ആക്കുന്ന ഒരു സിനിമ. ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ നല്ല രീതിയിൽ ഹാച്ചുറും ടീമും പൊട്ടിച്ചിരിപ്പിക്കും. പക്ഷേ സെക്കൻഡ് ഹാഫിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് അവന്മാർ നമ്മളെ നല്ല രീതിയിൽ പൊട്ടി കരയിപ്പിക്കും ഗൈസ്. അവന്മാർക്ക് ചിരിപ്പിക്കാൻ മാത്രമല്ല കരയിപ്പിക്കാനും കഴിയുന്നുള്ളത് ഈ സിനിമ നമുക്ക് തെളിയിച്ചു തന്നു ഗൈസ്. ആ ജാതി ലെവലിലാണ് ഇവരിത് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് കണക്റ്റ് ആവുകയും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അതിൽ എടുത്തു പറയേണ്ടത് ആരൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഈ സിബിലിങ്സ് ഇല്ലാത്ത ആൾക്കാർ, അതായത് എന്താ പറയുക, കൂടപ്പുറപ്പുകൾ ഇല്ലാത്തവര്. സത്യം പറഞ്ഞാൽ അവരുടെ ആ ഒരു വിഷമം എന്ന് പറയുന്നത് അവർക്ക് മാത്രം മനസ്സിലാവുള്ളൂ അല്ലേ. അതായത് നമ്മുടെ ഇമോഷൻസും നമ്മുടെ ഈ ഒരു ഫീലിങ്സും ഷെയർ ചെയ്യാൻ ഒരു കൂടപ്പുറപ്പില്ല എന്ന് പറയുന്നത് ഒരു വേദനാജനകമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു കൂടപ്പുറപ്പിൻ്റെ പറയുന്നത് പോലെ നമ്മുടെ അച്ഛനമ്മമാരുടെ അടുത്ത് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു കൂടപ്പുറപ്പില്ല എന്ന് പറയുന്നത് അത് വേദനാജനകമായിട്ടുള്ള കാര്യം തന്നെയാണ്. സോ അപ്പോൾ അവർക്ക് ഈ സിനിമ എന്താ പറയുക, നല്ല രീതിയിൽ ഇമോഷണലി ഡൗൺ ആക്കുന്ന ഒരു സിനിമ തന്നെയാണ്. കാരണം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്നത് എന്താ പറയുക, കൂടപ്പുറപ്പുകൾ തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം, അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹമാണ്, അവർ തമ്മിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഈ സിനിമ കാണിച്ചു തരുന്നത്. പിന്നെ രണ്ടാമതായിട്ട് പ്രവാസികൾ, അതായത് നാടും വീടൊക്കെ വിട്ട് പ്രവാസ ലോകത്ത് പോയി കഷ്ടപ്പെടുന്ന നമ്മുടെ പ്രവാസികൾ, അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലും ഈ സിനിമയിൽ നല്ല രീതിയിൽ കാണിച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ്. സോ അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു സിനിമ എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. പിന്നെ ഈ സിനിമ നമുക്ക് ഒരുപാട് ഗുഡ് മെസ്സേജസ് തരുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ടാവും. ഇപ്പൊ നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു ആപത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിൽ ചെന്നുപോയി പെട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ കുട്ടി ഉണ്ടാവില്ല. അത് ഈ സിനിമ പറയാണ്ട് പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് എന്താ പറയാ, നിങ്ങളെ ഹാപ്പി ആക്കാൻ നോക്കുക, അല്ലാണ്ട് ഒന്നിലും ചെന്നുപോയി പെടല്ലേ എന്നുള്ളത് ഈ സിനിമ പറയാണ്ട് പറയുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ഒരു യുവതലമുറയ്ക്ക് ഒരു ഗുഡ് മെസ്സേജ് കൂടി ഈ സിനിമ കൊടുക്കുന്നുണ്ട്. അതായത് ഡ്രഗ്സിലൊന്നും പോയി പെടാതിരിക്കാം. കാരണം ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിന്റെ ദൂഷ്യഫലങ്ങളൊക്കെ ഈ സിനിമയിൽ നല്ല രീതിയിൽ ഇവർ കാണിച്ചു തരുന്നുണ്ട്, നല്ല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളോട് എങ്ങനെയായിരിക്കണം എന്നുള്ളതും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതായത് വെറുതെ എന്താ പറയുക, കുട്ടികളെ അടിക്കാനും പിടിക്കാനും നിൽക്കല്ലേ, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമോ എന്നുള്ളത് ഈ സിനിമ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടും നല്ലൊരു സിനിമ തന്നെയാണ് ഈ വാഴ 2 എന്ന് പറയുന്നത്. ഇത് ഞാൻ ഇതിന്റെ സ്പോയിലർ പറയുന്നതല്ല, ഒരുപാട് നല്ല മെസ്സേജുകൾ ഈ സിനിമ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരുപാട് മെസ്സേജുകളുണ്ട്, അത് നിങ്ങൾക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാലാണ് മനസ്സിലാവുള്ളൂ. സോ അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് നല്ല രീതിയിൽ ഇമോഷണലി ആൻഡ് എന്താ പറയുക, മെന്റലി കണക്റ്റ് ആവുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ തൊട്ടടുത്തുള്ള തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ ടിക്കറ്റ് എടുത്ത് പോയി കാണുക എന്നുള്ളതാണ്. പിന്നെ ഒറ്റയ്ക്ക് പോയി കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒറ്റയ്ക്ക് പോയി കാണുന്നുണ്ടെങ്കിൽ കണ്ടോ, പക്ഷെ അതിനേക്കാൾ നല്ലത് നിങ്ങൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ പോയിരുന്ന് കാണുന്നതാണ്. കാരണം അങ്ങനെ പോയി കാണേണ്ട ഒരു സിനിമയാണിത്. എന്നാലാണ് അതിൻ്റെ ആ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു വൈബ് നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.